അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കാരപ്പറമ്പിലെ 4 വയസ്സുകാരനാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. PCR പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ചേരുന്നുണ്ട്. ലിനറ്റ്, സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ആശങ്കയാവുന്നു. 4 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? നയന, ഇതോടുകൂടി 2 കുട്ടികളാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് കാരപ്പറമ്പിലെ 4 വയസ്സുകാരനാണ്. കഴിഞ്ഞ 1.5 ആഴ്ചയായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുട്ടി. രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തിയതിനു ശേഷം കുട്ടിക്ക് പ്രാഥമിക പരിശോധനയിൽ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഡോക്ടർമാർ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് വേണ്ടിയുള്ള ചികിത്സകൾ ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ കുട്ടിയുടെ സ്ഥിതി ഗുരുതരമല്ല എന്നും കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ അതേ ആശുപത്രിയിൽ ഒരു 3.5 വയസ്സുകാരനും കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. കുട്ടിയും ചികിത്സയിലാണ്. കുട്ടിയുടെ നില മെച്ചപ്പെടുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജർമ്മനിയിൽ നിന്നും 2ാമത്തെ സെറ്റ് ഓഫ് മരുന്ന് എത്തിക്കുമെന്നാണ് ആശുപത്രിയിൽ നിന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള അമീബിക് മസ്തിഷ്ക ജ്വരം ചികിത്സിക്കാനുള്ള മരുന്ന് എത്തിക്കുമെന്നാണ് ആരോഗ്യവകുപ്പും ഡോക്ടർമാരും നൽകുന്ന വിവരം. കുട്ടിക്ക് ഒരു പുഴയിലും പൂളിലും കുളിച്ചിരുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ഈ 4 വയസ്സുകാരൻ പൂളിൽ കുളിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയതും. അതുകൊണ്ട് തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതലായിട്ട് കുട്ടികളിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ മാതാപിതാക്കൾ ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സ നേരത്തെ തന്നെ ആരംഭിക്കാൻ സാധിച്ചത് കൊണ്ടാണ് കുട്ടിയുടെ ആരോഗ്യനില നല്ല രീതിയിൽ തുടരുന്നത് എന്ന് ഡോക്ടർമാർ എടുത്തു പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഒരു കുട്ടി 14 വയസ്സുകാരന് ഇത്തരത്തിലുള്ള രോഗം ബാധിച്ച് ചികിത്സ കഴിഞ്ഞ് പിന്നീട് രോഗമുക്തി നേടി ആശുപത്രി വിട്ടത്. അതും ഈ ഒരു സ്വകാര്യ ആശുപത്രിയിൽ തന്നെയായിരുന്നു എന്നതും, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ഒരു കുട്ടി രക്ഷപ്പെടുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത്തരത്തിൽ ചികിത്സയിലുള്ള 2 കുട്ടികളുടെ നിലയും ഗുരുതരമല്ല എന്നും അതോടൊപ്പം തന്നെ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. അത് വളരെയേറെ ആശാവഹമായ കാര്യം തന്നെയാണ് നയന. ശരി, സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയായി മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. രോഗബാധ കോഴിക്കോട് സ്വദേശിയായ 4 വയസ്സുകാരനാണ്. ഇപ്പോൾ ചികിത്സയിലുള്ള 2 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമെന്നാണ് ഇപ്പോൾ ലിനറ്റ് വർഗീസ് നൽകിയ റിപ്പോർട്ട്.